കഴിഞ്ഞ ദിവസം ആരാധകരെയും സിനിമാ പ്രേമികളെയും ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. മോഹൻലാലും ഫഹദ് ഫാസിലും മീറ്റ് ചെയ്തത്. രണ്ടുപേരുടെയും ഇഷ്ടതാരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഫഹദ് പറയും മോഹൻലാലും, മോഹൻലാൽ പറയും ഫഹദ് ഫാസിലെന്നും. ഈ രണ്ടുപേരും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അന്നൊരിക്കൽ TV ചാനലിൽ ചോദിച്ചു, മോഹൻലാലിന് ശേഷം ആര് എന്ന വാക്ക് പറയുമ്പോൾ മോഹൻലാലിന് ശേഷം എന്നൊരു വാക്കില്ല, മോഹൻലാലിന് ശേഷം ആരുമില്ലെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. മറ്റൊരിടത്ത് മോഹൻലാലിനോട് ചോദിച്ചു, ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പ്രണവിനെയും ദുൽഖറിനെയും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ ഇഷ്ടം ഫഹദിനോടാണ് എന്നുള്ള കാര്യം. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തപ്പോൾ അത് മോഹൻലാലിനും വലിയ കൗതുകമായി. മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തി ഒരു പോസ്റ്റും ഇട്ടു, എടാ മോനെ ലവ് യു എന്ന്. ഫഹദ് ഫാസിലിനെ ടാഗ് ചെയ്തുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച ആ ചിത്രം പ്രേക്ഷകരുടെ കൗതുകം കൂട്ടുന്ന ഒന്നായിരുന്നു. മോഹൻലാലിനെ ചുംബിച്ചുകൊണ്ട് ഫഹദ് ഫാസിൽ എത്തിയിരിക്കുന്നു. അച്ഛൻ സംവിധാനം ചെയ്ത എക്കാലത്തെയും എവർഗ്രീൻ ക്ലാസിക്കായ മണിച്ചിത്രത്താഴ് എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുക കൂടി ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ മീറ്റിംഗിൽ എന്തൊക്കെ ഒരു കാര്യമുണ്ടല്ലോ എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. പക്ഷേ ഈ ചിത്രം കാണുമ്പോൾ എല്ലാവരും പറയും ഇവർ തമ്മിൽ ഒരു ചിത്രം വരണം എന്നത്. എന്തായാലും അണിയറയിൽ അങ്ങനെ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഇവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രം വരാനായി. പിന്നെ ആ മോഹൻലാലിന്റെ പറച്ചിലുമുണ്ട്, എടാ മോനെ എന്ന് വിളിക്കുന്ന മോഹൻലാൽ ആവേശത്തിലെ രംഗണ്ണം വിളിക്കുന്ന വിളിയല്ലേ എന്നതാണ്. അപ്പോൾ മറ്റൊരിടത്ത് ജയിലറിന്റെ വേഷത്തിലെത്തിയ മോഹൻലാലിനെയാണ് അവർ കൗതുകത്തോടെ വീക്ഷിച്ചത്. ഇതെന്താ ജയിലർ 2-നുള്ള ഒരുക്കമാണോ അതോ മാത്യു സോളോ മൂവി വരുന്നുണ്ടോ എന്നതൊക്കെ വലിയ കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ വേഷത്തിൽ അങ്ങനെ ഒരു കൗതുകം ജനിപ്പിക്കുന്നു. ജയിലറിലെ മോഹൻലാലും പറയുന്നുണ്ടല്ലോ എന്താ മോനെ എന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ചതും. എന്താ മോനെ മീറ്റ്സ് എടാ മോനെ എന്നതായിരുന്നു ആ ക്യാപ്ഷനായി മാറിയത്. മോഹൻലാലും ഫഹദ് ഫാസിലും ഒന്നിച്ചുള്ള ചിത്രം ശ്രദ്ധ നേടുകയാണ്. മോഹൻലാലിനെ ഫഹദ് കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം നൽകുന്ന ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. മോഹൻലാൽ തന്നെയാണ് ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. എടാ മോനെ ഐ ലവ് യു എന്ന കുറിപ്പോടെയാണ് താരം ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. നിരവധി ആരാധകർ ചിത്രത്തിന് രസകരമായ കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ കുറെയൊക്കെ നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരോടും ഒത്തിരി ഇഷ്ടം, എടാ മോനെ പൊളിച്ചുട്ടോ, ഒന്നുകൂടി ഒന്നിച്ചുകൂടെ, എന്താ മോനെ മീറ്റ്സ് എടാ മോനെ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ. ജയിലർ എന്ന സിനിമയിൽ ധരിച്ചിരിക്കുന്നതിന്റെ സമാനമായ വസ്ത്രമാണ് മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് എന്നും പല ആരാധകരും കമന്റിൽ പറയുന്നുണ്ട്. റെഡ് വൈൻ എന്ന സിനിമയിൽ മാത്രമാണ് മോഹൻലാലും ഫഹദും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. 2013 റിലീസ് ചെയ്ത സിനിമ സംവിധാനം ചെയ്തത് സലാം ബാപ്പു ആയിരുന്നു. ACP രതീഷ് വാസുദേവൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ സിനിമയിൽ അനൂപ് എന്ന പൊതുപ്രവർത്തന വേഷത്തിലാണ് ഫഹദ് അഭിനയിച്ചത്. ഇരുവർക്കും പുറമെ ആസിഫ് അലിയും സിനിമയിൽ മറ്റൊരു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ചിത്രം കണ്ടപ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കണം എന്ന വാദം ശക്തമായിരിക്കുകയാണ്. പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു ഇവർ രണ്ടുപേരുടെയും ഒരു ഗംഭീര ചിത്രം ഞങ്ങൾക്ക് വേണം എന്നത്. അണിയറയിൽ അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ഒരു സർപ്രൈസ് പോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ഈ കണ്ടുമുട്ടൽ എന്തിനായിരിക്കുമെന്ന കൗതുകം എല്ലാവരും ജനിപ്പിക്കുന്നു. പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി ആകുമോ എന്നൊരു ചോദ്യം എല്ലാവരിൽ നിന്നും ഉണ്ടായി എന്നതും കാണാവുന്നതാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഒരു സൗഹൃദ കൂടിക്കാഴ്ച തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് കാണാം. ഇവർക്കൊപ്പം മോഹൻലാലിന്റെ സുഹൃത്ത് സമീർ ഹംസയും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും മോഹൻലാൽ ഇങ്ങനെയൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കൗതുകങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്നത് പറഞ്ഞു വെക്കുകയാണ് ഓരോ പ്രേക്ഷകരും. ഇത് ഇവിടെ മാത്രമല്ല വൈറലായത്, അങ്ങ് തമിഴ്നാട് വരെ എത്തിയത് സൺ ന്യൂസ് വരെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ആയിരുന്നല്ലോ ജയിലർ എന്ന ചിത്രം. ജയിലർ 2 ആണെങ്കിൽ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. അതിലേക്ക് മാത്യു എത്തുന്നുമുണ്ട്. ഇപ്പോഴിതാ രജനീകാന്തിന്റെ ചിത്രത്തിൽ ഫഹദ് അഭിനയിച്ചും കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മീറ്റപ്പ് തമിഴ്നാട്ടിൽ കാണാം എന്നാണ് തമിഴ് പ്രേക്ഷകരുടെ ഒരു പറച്ചിൽ. അങ്ങനെയും സ്റ്റേറ്റ് കടന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഒപ്പം ആവേശം എന്ന സിനിമയുടെ ആവേശത്തിൽ കൂടിയാണ് മോഹൻലാൽ. അതുകൊണ്ടായിരിക്കും ഈ മീറ്റപ്പും നടന്നത്. ഇങ്ങനെ ഒരു മീറ്റപ്പിൽ അവർ ചർച്ച ചെയ്തതും ആവേശം എന്ന സിനിമയെക്കുറിച്ച് തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മോഹൻലാലിന്റെ ക്യാപ്ഷനും അതുതന്നെയാണ് സൂചിപ്പിച്ചത്.